വളരെ എന്താ പറയുക, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഓർഗനൈസിങ് പരിപാടിയാണത്. നമ്മൾ ക്യൂ നിൽക്കുകയാണ്, ഈ സ്റ്റേഡിയത്തിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്, മണിക്കൂർ കണക്കിന് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവർ വേറെ എന്തെങ്കിലും ടിക്കറ്റ് ആയിരിക്കും, അവർക്ക് ഡയറക്റ്റ് കയറി പോകാനായിരിക്കും. അങ്ങനെ കുറേ നേരം ക്യൂ വളരെ സ്ലോ മൂവിങ് ആണ്, അങ്ങനെ മുമ്പോട്ട് പോകുന്നില്ല. അങ്ങനെ കുറേ നേരം നിന്നിട്ട് എങ്കിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കുമ്പോഴത്തേക്ക് ഈ ക്യൂ ഒരു സൈഡിൽ ക്യൂ നിൽക്കുന്നുണ്ട്, പക്ഷെ അല്ലാതെ നടന്ന് കയറി പോകുന്നവർ എല്ലാം കൂടെ ചെന്നിട്ട് ഏറ്റവും അവസാനം സ്റ്റേഡിയത്തിൻ്റെ മുമ്പിലോട്ട് ചെന്നിട്ട് ഒരു ക്രൗഡ് ഫോം ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി പോകും. അതായത് ക്യൂ ഏകദേശം കാര്യവട്ടം മെയിൻ റോഡ് വരെ ക്യൂ നിൽക്കുകയാണ്. ക്യൂവിലുള്ളവർ വളരെ മാന്യമായിട്ട് നിൽക്കുകയാണ്, നടന്നു പോകുന്നവർ വളരെ മാന്യമായിട്ട് കയറി നടന്നു പോകുന്നുണ്ട്. വളരെ എന്താ പറയുക, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഓർഗനൈസിങ് പരിപാടിയാണത്. അതായത് ഈ ക്യൂവിൽ നിന്ന് ക്ഷമയോടെ നിന്ന് മാന്യമായിട്ട് നിന്ന് ആൾക്കാരൊക്കെ വെറും മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ഇന്നലെ നടന്നത്. ലാസ്റ്റ് ഞാൻ പോയി നോക്കുമ്പോൾ എല്ലാവരും കയറി പോകണം. പിന്നെ കുറേ നേരം നിന്നിട്ട് ഈ ക്യൂ മൂവ് ആവുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പുറകിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് നേരെ പോയി നടന്ന് കയറിപ്പോൾ. അതുകൊണ്ടാണ് ഒരു കുറച്ചെങ്കിലും സീറ്റ് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയത്. അല്ല ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരും നടന്ന് കയറി പോകണം. എന്നിട്ടും ആ ക്യൂവിൽ അങ്ങ് കാര്യവട്ടം വരെ ആ ക്യൂ നിൽപ്പുണ്ട്. അവിടെ നിന്നവരെല്ലാം വളരെ പതുക്കെ ഏറ്റവും ലൈറ്റായിട്ട് കളി തുടങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും വന്ന് കയറിയത്. വളരെ മോശം ഓർഗനൈസിങ് ആണ് അത്. അതുപോലെ തന്നെ അകത്ത് വെള്ളത്തിൻ്റെ ലഭ്യത കുറവായിരുന്നു പറയുന്നുണ്ട്. വെള്ളം ശരിക്കും പറഞ്ഞാൽ വെള്ളം ഉണ്ടായിരുന്നു, വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലുള്ള ഒരു വെള്ളം നമുക്ക് വേണമെങ്കിൽ പോയി എടുത്ത് കുടിക്കാം. അതിന് ഗ്ലാസ് അവിടെ ഉണ്ട്, ആ ഗ്ലാസ്സിലൊന്നും നമ്മൾ വെള്ളം കുടിക്കാൻ തോന്നത്തില്ല. കുപ്പിയൊന്നും നമുക്ക് കിട്ടത്തില്ല, ആരും നമുക്ക് ബോട്ടിൽ തരത്തില്ല. വേറെ ഓപ്ഷനൊന്നുമില്ല. ഒന്നുകിൽ ക്യാമ്പ കോള കുടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം അവിടെ പോയി എല്ലാവരും ചവിട്ടി തേച്ച് അഴുക്കാക്കിയിട്ടേക്കുന്ന അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയോ ഒരു കുപ്പി ഒപ്പിച്ചിട്ടൊക്കെയാണ് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് സാധിച്ചത്. നമുക്ക് ദാഹിക്കുമ്പോഴെല്ലാം ഈ കോള കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ്. കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഈ ക്രൗഡ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ വെള്ളം കൊടുക്കുമ്പം ഡ്രിങ്കിങ് വാട്ടറെങ്കിലും അറ്റ്ലീസ്റ്റ് ക്ലീനായിട്ട് വൃത്തിയായിട്ട് കൊടുക്കാനുള്ളൊരു സൗകര്യം അവിടെ ആരെങ്കിലും നിർത്തിയിട്ട് വൃത്തിയായിട്ട് അത് കൊടുക്കാനോ, അല്ലെങ്കിൽ ഈ ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽസ് അകത്തേക്ക് കയറ്റി വിടാനോ എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. വെള്ളം കുടിക്കാനുള്ളവർ എന്ത് ചെയ്യണം, ഈ വെള്ളം എത്രത്തോളം വൃത്തിയുള്ള, നമുക്ക് ഇത് കണ്ട് കഴിഞ്ഞാൽ സിറ്റുവേഷൻ കണ്ടാൽ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ തോന്നത്തില്ല.